قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين. صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, നമ്മുടെ എല്ലാം സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ബലിപെരുന്നാൾ സുദിനമാണ്. ഇപ്പോൾ തന്നെ ബലിപെരുന്നാളിൻ്റെ ആശംസകൾ തമ്മിൽ കൈമാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സർക്കാരിൻ്റെ ഔദ്യോഗിക ഏജൻസികളും നേതാക്കളും ഉൾപ്പെടെ സാധാരണ ബലിപെരുന്നാളിന് ആശംസ അർപ്പിക്കുന്നവരെല്ലാം ഉപയോഗിക്കാറുള്ള ഒരു കാര്യം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മകളുമായി ബലിപെരുന്നാൾ എന്നാണ്. എന്താണ് ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് ത്യാഗത്തെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും പറയുന്നത്? അത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് അത്തരമൊരു പ്രയോഗം ഉണ്ടാകുന്നത്. സാധാരണ ഒരു മതജീവിതം നയിക്കുന്ന ഒരു അനുഷ്ഠാന ആരാധന കാര്യമെന്ന നിലയിൽ മതത്തെ കാണുമ്പോൾ അവിടെ വലിയ ത്യാഗത്തിനും സഹനത്തിനും ഒന്നും പ്രസക്തിയില്ല. എന്നാൽ അംബിയാ മുർസലീങ്ങളുടെ ചരിത്രം ഖുർആനിൽ വായിക്കുമ്പോൾ അത് നന്മയോടും തിന്മയോടും തുല്യ അകലം പാലിക്കുന്ന നിഷ്പക്ഷമതികളുടെ ചരിത്രമായിട്ടല്ല നമുക്ക് കാണാൻ കഴിയുക. അംറും ബിൽ മഅറൂഫ് വനഹ്യും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരുടെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ അംബിയാ മുർസലീങ്ങളുടെയൊക്കെ ചരിത്രം സംഭവ ബഹുലമാണ്. വലിയ ത്യാഗത്തിൻ്റെതാണ്, സഹനത്തിൻ്റെതാണ്, വലിയ പോരാട്ടത്തിൻ്റെതാണ്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം മാത്രമല്ല ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും റസൂലായിട്ടുള്ളത്. ഈ മാർഗത്തിൽ ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ത്യാഗികളായിരുന്നു, കഠിന പ്രയത്നം നടത്തിയവരായിരുന്നു. അംബിയാ മുർസലീങ്ങളുടെ പിന്തുടർച്ചക്കാർ എന്നുള്ള നിലയിൽ ആ ദൗത്യമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസികളോടും അള്ളാഹു പറഞ്ഞത് വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, കഠിനമായ ത്യാഗമനുഷ്ഠിക്കണം, വലിയ സഹനം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, പോരാട്ടം നിങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് അതിങ്ങനെ ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ പേര് ചൊല്ലാത്ത, അത് കേൾക്കാത്ത ഒരു ദിവസവും മുഅ്മിനിന്റെ ജീവിതത്തിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം കമാ ബാറക്ത അലാ ഇബ്രാഹിം. അപ്പോഴൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് പറയും. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അനുഗ്രഹിച്ചതുപോലെ, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ എന്ന് പറയും.
ആ നാട് ഭരിച്ചിരുന്ന നമ്രൂദിന്റെ വലങ്കയ്യായിരുന്ന ആസർ, അദ്ദേഹം ഒരു വലിയ പുരോഹിതനായിരുന്നു എന്ന് മാത്രമല്ല വലിയൊരു വ്യാപാരിയായിരുന്നു. വ്യാപാരം വിഗ്രഹങ്ങളുടെ വ്യാപാരമാണ്. അതുകൊണ്ട് ജീവിതം അതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംസ്കാരമാണ്. വിഗ്രഹ പൂജയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരം. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ആ വ്യാപാരത്തിലേക്ക് പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ നയിക്കുന്നുണ്ട്. രാജാവിന്റെ വലങ്കൈയാണ് എന്നതുകൊണ്ട് തന്നെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ആ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. സുഖകരമായി. ഒരു വേള വിഗ്രഹാരാധനയോട് ഇഷ്ടമില്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിന്ന് സ്വന്തമായ ചില ആരാധനാ രീതികളുമായി ഇബ്രാഹിം അലൈഹി സ്വലാമക്ക് മുന്നോട്ട് പോകാമായിരുന്നു. അതിനുള്ള ഒരു പ്രിവിലേജ് യഥാർത്ഥത്തിൽ ആ നാട്ടിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ത്യാഗത്തിന്റെ പ്രശ്നമില്ല, കഠിനമായ സഹനത്തിന്റെ പ്രശ്നം ഉദ്ഭവിക്കുന്നില്ല. പക്ഷേ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ വലിയ തിന്മയിൽ നിന്ന് അവരെ മോചിപ്പിക്കണം. ആദ്യമായി പിതാവിനോട് തന്നെ സംവദിക്കുന്നു. പിതാവ് ആ സംവാദത്തിന് അവസരം നൽകുന്നതിന് പകരം വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കുകയാണ് ചെയ്യുന്നത്. നാട്ടുകാരുമായി ഇത് പങ്കുവെക്കുന്നു. ഭരണാധികാരികൾ തീ ഒരുക്കി അതിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമെങ്കിലും ഒരിടത്ത് അടങ്ങി എവിടെയെങ്കിലും ആരാധനാ രീതികളുമായി കഴിയുന്നതിന് പകരം നാട് മുഴുവനും സഞ്ചരിച്ച് എത്രയെത്ര രാജ്യങ്ങളിലൂടെ, ഇന്നത്തെ അപേക്ഷിച്ച് ഒരു യാത്രാ സൗകര്യവുമില്ലാത്ത ഒരു കാലത്ത് എത്രയെത്ര നാടുകളിലൂടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പോകുന്നത്. സ്വന്തം നിരക്ക് തന്നെ എത്ര പരീക്ഷണങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒരുപാട് കാലം കുഞ്ഞുങ്ങളില്ല. പിന്നീട് ലഭിച്ച കുട്ടിയെ അറുക്കാൻ കൽപ്പിക്കുന്നു. അത് യഥാർത്ഥത്തിൽ മൃഗബലി എന്നത് എക്കാലത്തും ദൈവിക ദർശനത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദർഭമായിരുന്നു എന്ന് നമുക്കറിയാം. പലരും പറയാറുള്ളത്, അറിയാതെയും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടും ഒക്കെ പറയാറുള്ളത്, ഇബ്രാഹിം പ്രവാചകൻ ഇസ്മായിലിനെ അറുത്തതിന്റെ ഓർമ്മക്ക് എന്നാണ്. അങ്ങനെ ഒരു അറിവ് നടന്നിട്ടില്ല. അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നരബലി, അത് വെച്ചുകൊണ്ട് മകനെ അറുക്കാനുള്ള കൽപ്പന കിട്ടി. എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചു. ആ സമർപ്പണത്തെ അള്ളാഹു സ്വീകരിക്കുകയും മനുഷ്യനെ അറുക്കാൻ പാടില്ല, ദൈവപ്രീതി അതിലല്ല ഉള്ളത്, അങ്ങനെ മൃഗത്തെ അറുക്കാൻ കൽപ്പിച്ചുകൊണ്ട് നരബലിയെ എല്ലാ കാലത്തേക്കും തെറ്റായ ഒരു കാര്യമാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളെല്ലാം എന്തിനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം സഹിക്കേണ്ടി വന്നത്? സ്വന്തം ഭാര്യയെയും ചെറിയ കുഞ്ഞിനെയും മക്കയിലെ ആരോരുമില്ലാത്ത നാട്ടിൽ ഒറ്റക്ക് തനിച്ച് താമസിപ്പിച്ച് ഇറങ്ങി നടക്കേണ്ടി വന്നത്. വീട്ടിൽ വെച്ച് ആരംഭിച്ച് നാട്ടിലെ ഭരണാധികാരിയോടും രാജ്യത്തിന് പുറത്ത് മറ്റിതര പ്രദേശങ്ങളിലുമെല്ലാം ഈ ത്യാഗവും സഹനവും ഒക്കെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകുൻ മിനൽ മുശ്രിക്കീൻ. ഹനീഫായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം എന്നതുകൊണ്ടാണ്. ഈ ഹനീഫിയത്ത് നിലനിർത്താനാണ് ഈ ത്യാഗവും പരിശ്രമവും ഒക്കെ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, ഖദ് കാനത് ലകും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിം വല്ലദീന മഅ. നിങ്ങൾക്ക് ഇബ്രാഹിമിലും ഇബ്രാഹിമിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ട്. ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, അതിന്റെ ആശംസകൾ കൈമാറുമ്പോൾ, നാം ജീവിക്കുന്ന നാട്ടിൽ തൗഹീദിന്റെ അടിത്തറയിലുള്ള അടിസ്ഥാനത്തിലുള്ള നിർഭയത്വത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയുള്ള ജിഹാദ് അനുഷ്ഠിക്കുക എന്ന് പറയുന്ന വലിയ പരിശ്രമത്തെ, ആ ത്യാഗത്തെ, സഹനത്തെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചിട്ടുള്ള നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങളൊക്കെ സത്യസന്ധമാകുന്നത്, ആത്മാർത്ഥതയുള്ളതാകുന്നത്.
അങ്ങനെ ഇബ്രാഹിമി മില്ലത്തിൽ ജീവിച്ചു മരിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.